2025 ഇറങ്ങിയ ഒരു ബ്രിട്ടീഷ് ക്രൈം ഡ്രാമ അഡോളസൻസ് കണ്ടു. ക്രെഡിറ്റ്സ് പറയുകയാണെങ്കിൽ ക്രിയേറ്റഡ് ബൈ ജാക്ക് തോൺ, സ്റ്റീഫൻ ഗ്രഹാം, റിട്ടേൺ ബൈ ഇവർ തന്നെയാണ്, ഡയറക്റ്റഡ് ബൈ ഫിലിപ്പ് ബാരന്റീനി. അപ്പൊ ഇത് കണ്ട് മൊത്തം തീർത്ത സമയത്ത് എനിക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് സംസാരിച്ച് പോയ പോലെയാണ് തോന്നിയത്. അത് ഈ കാലത്ത് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ യുവതലമുറകൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുമാതിരി ക്രിമിനൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഡ്രഗ് ഓവർ യൂസും അതും റിലേറ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെനാരിയോയിൽ തന്നെ ഈ സീരീസ് ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സീരീസ് സംസാരിക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിൽ കൂടി അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി കുറ്റവാളിയുടെ കഥയാണ് പറയുന്നത്. അദ്ദേഹം എങ്ങനെ അതിൽ ചെന്ന് പെട്ടു, ശരിക്കും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചാണോ? ഒരു സ്ലോ പേസിൽ സഞ്ചരിക്കുന്ന വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഗ്രിറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇത്. എനിക്കിത് കണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കഥ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള ആ ഒരു സംഭവം റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്കിടയിൽ അതുപോലെ തന്നെ മുതിർന്നവർക്കിടയിലും അല്ലെങ്കിൽ മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു. ഇപ്പൊ ഒരു പാരൻസ് ഏത് സെക്ടറിലുള്ള ഏത് തരം ജോലി ചെയ്യുന്ന പാരന്റ് ആയാലും അതുപോലെ തന്നെ ഏത് സാമ്പത്തിക സ്ഥിതി ഉള്ള പാരന്റും ഫാമിലി ആണെങ്കിൽ പോലും കുട്ടികളെ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി സിനിമ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ മൾട്ടിപ്പിൾ ചിൽഡ്രൻ ഉള്ള ഫാമിലിയിൽ തന്നെ ഓരോ കുട്ടികളും വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളായിരിക്കും. അത് അവരുടെ ആ ചൈൽഡ് ഡെവലപ്മെന്റും അവരുടെ ബിഹേവിയറൽ ഡെവലപ്മെന്റും അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരെന്തിനെല്ലാം എക്സ്പോസ്ഡ് ആവുന്നു, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ, എന്തൊക്കെ അറിവുകളാണ് അവർ നേടുന്നത്, എത്തരത്തിലുള്ള അറിവുകളാണ് അവർ നേടുന്നത്, അവർ ആ നേടുന്ന അറിവുകൾ കൊണ്ട് അവരുടെ ക്യാരക്ടർ ബിൽഡപ്പിനാണോ അത് നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിട്ടാണോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കുട്ടികളിലേക്ക് ചെന്നെത്തുന്നതെന്നൊക്കെയുള്ള ഒരു കാര്യത്തിന്റെ മേളിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. രക്ഷിതാക്കളെ എത്തരത്തിലാണ് കുട്ടികളെ മോണിറ്റർ ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് തലങ്ങൾ ഈ സീരീസിൽ സംസാരിച്ച് പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഒരു ക്രൈം മെന്റാലിറ്റി വരുന്നത്, അത് ഏത് തരത്തിലുള്ള ഒരു ക്രൈമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ സീരീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ ഫാമിലി മൊത്തത്തിൽ പോകുന്നതായിട്ട് കാണിക്കുന്നത്. ഈ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്രൈമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം അതിൽ ചെന്ന് പെട്ടത്, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ 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 കണ്ടുപിടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് സീരീസിലുള്ളത്. റൈറ്റർ രണ്ടുപേരുണ്ട് അതിൽ. രണ്ടുപേരിൽ സ്റ്റീഫൻ ഗ്രഹാം അദ്ദേഹമാണ് ഈ കുട്ടിയുടെ ഫാദറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. വളരെ നല്ല ആക്ടിങ് ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ ഒരു എന്താ പറയാ ഒരു റണ്ണിങ് പ്ലംബിംഗ് സെന്റർ അത് ഇങ്ങനെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ ജോലിയും സംബന്ധിച്ചുള്ള പ്രഷറും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പെടുന്ന പാടുകളും അതിനിടയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ അദ്ദേഹത്തിന്റെ കുട്ടി കാരണം, മകൻ കാരണം അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന പ്രഷറൊക്കെ കറക്റ്റായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ ഈ ആക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ മൊത്തത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും എടുക്കുമ്പോൾ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത് ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് ആ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച സ്റ്റീഫൻ ഗ്രഹാമിന്റെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് കാസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ കുട്ടിയായിട്ട് അഭിനയിച്ച ആ 13 വയസ്സുകാരനായിട്ട് അഭിനയിച്ച ആ പയ്യന്റെ അഭിനയം വേറെ ലെവലായിരുന്നു, നെക്സ്റ്റ് ലെവൽ. കാരണം അദ്ദേഹം സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ആ സാഹചര്യങ്ങൾ എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്ന ഒരു അഡൾട്ട് ആയിട്ടുള്ള വ്യക്തികൾക്ക് പോലും അത്തരത്തിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷൻസിലൂടെയാണ് ഈ പയ്യൻ കടന്നു പോകുന്നത്. അത് പലതരത്തിലുണ്ട്. ഇപ്പൊ സന്തോഷം, സങ്കടം, എക്സൈറ്റ്മെന്റ്, ദേഷ്യം, അങ്ങനെ ഔട്ട്റേജസ് ആയിട്ട് അദ്ദേഹം പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അത് ആ ഫലിപ്പിക്കുന്ന തരത്തിൽ നമുക്കത് യഥാർത്ഥത്തിൽ നമുക്കത് ഫീൽ ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം അത് സ്ക്രീനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ഡിഫിക്കൽട്ട് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സീരീസിന്റെ പ്രത്യേകത ആയിട്ട് പറയുന്നത് ഇത് 4 എപ്പിസോഡായിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം 4 എപ്പിസോഡും ഓരോ എപ്പിസോഡും സിംഗിൾ ഷോട്ടിലാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 50 മിനിറ്റ് ടു 1 hour ഒക്കെ ഉണ്ടാവും. ചില എപ്പിസോഡുകൾ 1 മണിക്കൂറിൽ അധികമുള്ള എപ്പിസോഡുണ്ട്. എന്നിരുന്നാലും എല്ലാ എപ്പിസോഡും സിംഗിൾ ഷോട്ടിലാണ് ചിത്രീകരിച്ചത് എന്നുള്ള ആ കാര്യം ഓർക്കുമ്പോൾ ഈ ഒരു സീരീസിന്റെ ബ്രില്യൻസ് നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ടോ എന്ന് സംശയമാണ് സിനിമ ഫീൽഡ്. ഇപ്പോൾ LJP മുന്നേ ചെയ്തിട്ടുണ്ട്, അങ്കമാലി ഡയറീസിലെ അവസാനത്തെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള ഒരു 15 മിനിറ്റ് സിംഗിൾ ഷോട്ട്. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ വായ പൊളിച്ചിരുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കെ, ഒറ്റ സിംഗിൾ ഷോട്ടിൽ 4 എപ്പിസോഡുകൾ, ഓരോ എപ്പിസോഡും ഓരോ ഷോട്ട് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഷോട്ടുകളിൽ തന്നെ പല ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട്. ഒരു ക്രൗഡിനെ കാണിക്കുന്നുണ്ട്, ട്രാവല്, ആക്ഷന്, ആ ആക്ഷന്റെ കൂടെ തന്നെ ഇമോഷൻസ് തന്നെ എല്ലാ ആളുകളും ഒരു സിംഗിൾ സ്പേസിൽ ചുറ്റിത്തിരിയുന്ന രീതിയിൽ കാണിക്കണം. അത് നമുക്ക് ബോറടിക്കാതെ കാണിക്കണം. ചില ഏരിയകളിൽ നമുക്കൊരു ചെറിയ ലാഗ് തോന്നും. എനിക്ക് തോന്നുന്നു അത് ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കാരണമായിരിക്കും. അങ്ങനത്തെ ഒരു പേസ് ആണ് അവർക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പേസ് സീരീസിന് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് വിത്ത് ഇമോഷൻസ് പല പ്ലേസിൽ, ഇൻക്ലൂഡിങ് ഡ്രൈവിംഗ് ഓൾസോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി മെർജ് ചെയ്തിട്ട് സിംഗിൾ ഷോട്ടായിട്ട് കാണിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പയ്യന്റെ കാര്യം, 13 വയസ്സുകാരനായിട്ട് അഭിനയിച്ച ഓവൻ കൂപ്പർ, അദ്ദേഹം ഒരു വേറെ ലെവൽ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ഇന്റർഗേഷൻ സീനിൽ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോഷ്യൽ വർക്കറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, എന്താണ് ആ പയ്യന്റെ മനസ്സിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ റീഡ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ഇന്റർഗേഷൻ സീൻ ഉണ്ട്. അത് വേറെ ലെവലായിട്ട് തന്നെ ആ പയ്യനെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയി. കാരണം അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഈവൻ ദ ഷൂട്ടിംഗ് സെറ്റ് ഓൾസോ, നമ്മൾ പറയുന്ന ഡയലോഗുകളോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ റിയാക്ഷൻസോ ശരിയല്ലെങ്കിൽ മുഴച്ചു നിൽക്കുന്ന രീതിയിൽ സ്ക്രീനിൽ കാണാൻ പറ്റില്ലല്ലോ പ്രേക്ഷകർക്ക്. അപ്പൊ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്ര ചെറു പ്രായത്തിൽ തന്നെ എന്താ പറയാ, നമ്മളെ ലിയോണാർഡോ ഡിക്കാപ്രിയോന്റെ ഒക്കെ പോലെ ആ ഒരു ലെവലിലോട്ട് ഉയർന്നു വരാൻ ടാലന്റ് ഉള്ള ഒരു പയ്യൻ തന്നെയാണ് ആ 13 വയസ്സുകാരൻ ഓവൻ കോപ്പർ. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിലും വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെലവെന്റ് ടോപ്പിക്, നമ്മൾ ഇപ്പോ 80s 90s ആൻഡ് 2000 ഏർലി കിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് മെസ്സേജസ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ചെയ്യാറുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അതിലൊക്കെ ചെയ്യുന്ന സമയത്ത് വിവർ ബ്ലൈൻഡ് അങ്ങനെ പറയേണ്ടി വരും. കാരണം അതിൽ നമ്മളിപ്പോൾ ഒരു സ്മൈലി അയക്കുമ്പോഴോ അല്ലെങ്കിൽ ഹാർട്ട് അയക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു ഇമോജി അയക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ആ ഒരു മീനിങ്, യഥാർത്ഥ മീനിങ് അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ എല്ലാ കാര്യത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്. ഈവൺ അവർ ഒരു ഇമോജി അയക്കുന്ന സമയത്ത് പോലും കറക്റ്റ് ചൂസി ആയിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അയക്കുന്ന വ്യക്തിക്കും അറിയാം, അത് റിസീവ് ചെയ്യുന്ന വ്യക്തിക്കും അറിയാം. പക്ഷെ നമ്മൾ മുതിർന്നവർക്ക് അറിയാത്ത സ്ഥിതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ലോകത്ത് നടക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ദ വിർച്വൽ വേൾഡ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ശ്രദ്ധ പോവാത്ത ഏരിയകളിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾ ഇടപഴകുന്ന സ്ഥലത്തുള്ള കാര്യങ്ങളിലുള്ള ഒരു അഡ്വാൻസ്മെന്റ് കുട്ടിയെ ഏത് രീതിയിൽ ബാധിക്കുന്നു, അങ്ങനെ നല്ല രീതിയിലാണോ അതോ ചീത്ത രീതിയിലാണോ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ ഉയർന്നു വരാൻ അവരെ ഭവിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നുള്ള ഒരു പോയിന്റ് ആണ് ഈ സീരീസ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും എല്ലാ കുട്ടികളും അതുപോലെ തന്നെ പാരൻസും കണ്ടിരിക്കേണ്ട എന്നാൽ കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കിടിലൻ സീരീസ് ആണ് അഡോളസൻസ്. ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, കണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.